ഹേയ് ഗായ്സ്, പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസങ്ങൾ എനിക്ക് എവിടെയെങ്കിലും പോകണമെന്ന് തോന്നും. അങ്ങനെ ഞാൻ എന്താ ചെയ്യുക, ഒരു ബാഗ് എടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങളും കൊണ്ട് അങ്ങ് ഇറങ്ങും. അങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു സ്ഥലമാണ്, ഒരു കാടാണ്, കാട് സൈഡാണ്. ബസ് ഇറങ്ങി പിന്നിലേക്ക് നടന്നു. ഹലോ ഗായ്സ്, ഞാൻ സിംഗപ്പൂരിൻ്റെ കാട്ടിലൂടെയാണ് നടക്കുന്നത്. കാട് മൊത്തം കാടാട്ടോ. കാടാണെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ പണിഞ്ഞ് വെക്കും. എന്തോന്ന് കാടിൻ്റെ സൗന്ദര്യം കാണണമെങ്കിൽ കേരളത്തിലോട്ട് വരണം. കേരളത്തിൻ്റെ അത്രയും സൂപ്പറായിട്ടുള്ള കാട് എന്ത് രസമല്ലേ. ആദ്യം തന്നെ ഞാനൊരു ബോർഡ് കണ്ടിരുന്നു, പക്ഷേ അത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കുഴപ്പമില്ല, മുന്നിൽ അടുത്ത് എന്തെങ്കിലും പ്രതീക്ഷകൾ ഉണ്ടാകുമായിരിക്കുമല്ലോ. കയറിയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സമാധാനം. കാരണം സിറ്റി ലൈഫാണ് പുറത്തുള്ളത്. അവിടെ എപ്പോഴും ട്രാഫിക്, വണ്ടികളുടെ സൗണ്ട്, ഭ്രാന്താവും. പക്ഷേ ഇവിടെ വളരെയധികം കാമായിക്കൊണ്ടിരിക്കുക. ഉയരം കൂടുന്തോറും സൗണ്ട് കുറഞ്ഞു കുറഞ്ഞു വരിക. വളരെയധികം സമാധാനം. വണ്ടികളൊക്കെ അതിൽ പോകുന്നുണ്ട്, ആൾക്കാർ ഇതിലെ സ്റ്റെപ്പ് കയറി ഓടുന്നുണ്ട്, ചിലർ വരുന്നുണ്ട്, കയറുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. എനിക്കെന്തുകൊണ്ട് ഇത്ര സന്തോഷമെന്നറിയാമോ? കൊല്ലം കുളത്തുപ്പുഴയുള്ള ഞാൻ ഇതുപോലുള്ള മരങ്ങളുടെയും വള്ളികളുടെയും ഇടയിൽ കൂടെ തൂങ്ങി തൂങ്ങിയൊക്കെ കോളേജ് വരുന്നതും ക്ലാസ് വരുന്നതെന്നൊക്കെ കൂട്ടുകാർ പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ നാട്. വലിയൊരു കാടായിരുന്നു, പക്ഷേ അതിനെ ഇത്രയധികം ഒരു പാർക്ക് പോലെ ആക്കിയെടുത്തതിൽ ഇവരുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? അതുപോലെ തന്നെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചിട്ടുമില്ല. എല്ലാം അതേപോലെ അതിനിഷ്ടമുള്ള രീതിയിൽ തന്നെ ജീവിക്കട്ടെ, വളരട്ടെ എന്നുള്ള തരത്തിലാണ്. പട്ടിക്കുട്ടിയുടെ നാക്ക് പുറത്തേക്ക് കാണിച്ചിട്ടുള്ള ആ ചിരി അവൻ എന്തുമാത്രം ഹാപ്പിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മരങ്ങളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല, മനുഷ്യനില്ലാതെയും മരങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ മരങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്നത് മനുഷ്യനാണ്. ഒരു കാടിനുള്ളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടു ശരി, പക്ഷേ ഇവ എന്തിനാ ഇത്രയും വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നത്? ഇനി അതെന്താ ഉള്ളത്? എങ്കിൽ നിങ്ങളിത് ഒരു ഡ്രോണിൻ്റെ സഹായത്തോടെ നിങ്ങൾ കുറച്ചുകൂടെ വൈഡായിട്ടൊന്ന് കണ്ടു നോക്ക്.